ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ബികോം 6th സെമസ്റ്ററിലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള OMR ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ 50 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വരുന്ന നവംബർ 13 നടക്കുന്ന കാർഡ് ബാങ്ക് എക്സാമിന് ബികോം ഫിനാൻസ് സിലബസിലുണ്ട്. അപ്പോൾ അവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണിത്. ക്ലാസ്സിലേക്ക് കിടക്കാം. First question, the appropriate objective of an enterprise is? Answer, maximization of owner's wealth. The appropriate objective of an enterprise is maximization of owner's wealth. Second question, the job of a finance manager is confined to? The job of a finance manager is confined to, അതിൻ്റെ ആൻസർ, raising of funds and their effective utilization. Raising of funds and their effective utilization. അടുത്ത ക്വസ്റ്റ്യൻ, ഫിനാൻഷ്യൽ ഡിസിഷൻ ഇൻവോൾവ്. ആൻസർ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിനാൻസിങ് ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. Financial decision involves investment, financing and dividend decision. Fourth question, net profit ratio signifies. Net profit ratio signifies. Answer, operational profitability. Net profit ratio signifies operational profitability. Fifth question, working capital turnover measures the relationship of working capital with. Working capital turnover measures the relationship of working capital with fixed assets. Fixed assets ആണ് അതിൻ്റെ ആൻസർ. Sixth question, dividend payout ratio is. Dividend payout ratio is. Answer, ഓപ്ഷൻ ബി ആണ്, DPS ഡിവൈഡഡ് ബൈ EPS. ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ. അതാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോയുടെ ഫോർമുല. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻവെൻ്ററി ടേൺ ഓവർ മെഷേഴ്സ് ദ റിലേഷൻഷിപ്പ് ഓഫ് ഇൻവെൻ്ററി വിത്ത്. ഇൻവെൻ്ററി ടേൺ ഓവർ മെഷേഴ്സ് ദ റിലേഷൻഷിപ്പ് ഓഫ് ഇൻവെൻ്ററി വിത്ത്. ആൻസർ, ഓപ്ഷൻ ബി, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടേം EVA ഈസ് യൂസ്ഡ് ഫോർ. ദ ടേം EVA ഈസ് യൂസ്ഡ് ഫോർ. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഇക്കണോമിക് വാല്യൂ ആഡഡ്. എക്കണോമിക് വാല്യൂ ആഡഡ് ആണ് EVA എന്നതിനെ സൂചിപ്പിക്കുന്നത്. അടുത്തത്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മേ ബി ഇംപ്രൂവ്ഡ് ബൈ. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മേ ബി ഇംപ്രൂവ്ഡ് ബൈ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മെച്ചപ്പെടുത്താൻ പറ്റുന്നത് ടേൺ ഓവർ ഇൻക്രീസ് ചെയ്തുകൊണ്ട്, ഇൻക്രീസിങ് ടേൺ ഓവർ, റെഡ്യൂസിങ് എക്സ്പെൻസസ് ആൻഡ് ഇൻക്രീസിങ് ക്യാപിറ്റൽ യൂട്ടിലൈസേഷൻ. ഇതെല്ലാം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾ ഓഫ് ദ എബോവ് ആണ് ഇതിൻ്റെ ആൻസർ. 10th ക്വസ്റ്റ്യൻ, ഇൻ കറണ്ട് റേഷ്യോ കറണ്ട് അസെറ്റ്സ് ആർ കമ്പയർഡ് വിത്ത്. ഇൻ കറണ്ട് റേഷ്യോ കറണ്ട് അസെറ്റ്സ് ആർ കമ്പയർഡ് വിത്ത്. ഓപ്ഷൻ ബി, കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് റേഷ്യോ കറണ്ട് അസെറ്റ്സ് ആർ കമ്പയർഡ് വിത്ത് കറണ്ട് ലയബിലിറ്റീസ്. 11th question, there is deterioration in the management of working capital of XY Limited. What does it refer to? XY Limited കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് വളരെ താഴ്ന്നിരിക്കുന്നു, അല്ലെങ്കിൽ വളരെ പുവറാണ്. അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ദ ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് ഹാസ് ഇൻക്രീസ്ഡ്. അവിടെ ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് കൂടുതലായിരിക്കും. അതായത് ഡെപ്റ്റേഴ്സ് കളക്ഷൻ നടത്തുന്നത് കൂടുതൽ
ടൈമിംഗ് എടുത്തുകൊണ്ടാണ്. 12th question. Debt to total asset ratio can be improved by. Debt to total asset ratio can be improved by. Answer option D ആണ് redemption of debt. Redemption of debt. 13th question. Ratio of net income to number of equity shares known as. Ratio of net income to number of equity shares known as. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഏർണിങ്സ് പെർ ഷെയർ. ഏർണിങ്സ് പെർ ഷെയർ കാണുന്നതിന് നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്, അതാണ് അതിൻ്റെ ഫോർമുല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കറണ്ട് റേഷ്യോ ഓഫ് ലെസ് ദാൻ 1 മീൻസ്. കറണ്ട് റേഷ്യോ ഒന്നിൽ കുറവാണെങ്കിൽ അതെന്താണ് സൂചിപ്പിക്കുന്നത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കറണ്ട് അസറ്റ് ലെസ് ദാൻ കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസറ്റ് കുറവും കറണ്ട് ലയബിലിറ്റീസ് കൂടുതലാവുന്ന സമയത്താണ് കറണ്ട് റേഷ്യോ 1നേക്കാളും കുറവാകുന്നത്. 15th question. A firm has capital of rupees 10 lakh, sales of rupees 5 lakh, gross profit of rupees 2 lakh and expenses of rupees 1 lakh. What is the net profit ratio? ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് 2 ലാക്കിൽ നിന്ന് എക്സ്പെൻസ് ലെസ് ചെയ്യുക, 1 ലാക്ക് ലെസ് ചെയ്യുക, അപ്പോൾ 1 ലാക്ക് കിട്ടും നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ്, അതായത് 1 ലാക്ക് ഡിവൈഡഡ് ബൈ 5 ലാക്ക്, അപ്പോൾ 20% ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. സപ്ലയേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ഓഫ് എ ഫേം ആർ ഇൻട്രസ്റ്റഡ് ഇൻ. Suppliers and creditors of a firm are interested in. Option B ആണ് ആൻസർ liquidity position. Suppliers and creditors of a firm are interested in liquidity position. 17th question. Which of the following is a measure of debt service capacity of a firm? Which of the following is a measure of debt service capacity of a firm? അതിൻ്റെ ആൻസർ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഓപ്ഷൻ സി ആണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. 18th question. Gross profit ratio for a firm remains same but the net profit ratio is decreasing. The reason for such behavior could be. ഗ്രോസ് പ്രോഫിറ്റ് സെയിം ആണ്, നെറ്റ് പ്രോഫിറ്റിൽ വ്യത്യാസം വരുന്നു. അതിന് കാരണം ഇൻക്രീസ് ഇൻ എക്സ്പെൻസ്. ഓപ്ഷൻ ബി ഇൻക്രീസ് ഇൻ എക്സ്പെൻസ്. 19th question. Which of the following statement is correct? അതിൻ്റെ ആൻസർ ലോവർ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ മീൻസ് ലോവർ ഫിനാൻഷ്യൽ റിസ്ക്. ഇപ്പോൾ 19th question. Which of the following statement is correct? അതിൽ ആൻസർ ഓപ്ഷൻ ഡി ആണ് ലോവർ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ മീൻസ് ലോവർ ഫിനാൻഷ്യൽ റിസ്ക്. 20th question. If the inventory turnover is high, the working capital requirements will be. If the inventory turnover is high, the working capital requirement will be. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി low. 21. Which of the following helps in analyzing return to equity shareholders? Which of the following helps in analyzing return to equity shareholders? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഏർണിങ്സ് പെർ ഷെയർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഇൻവെൻ്ററി ടേൺ ഓവർ കാൽക്കുലേഷൻ വാട്ട് ഈസ് ടേക്കൺ ഇൻ ദ ന്യൂമറേറ്റർ? In inventory turnover calculation, what is taken in the numerator? Answer cost of goods sold. അടുത്ത ക്വസ്റ്റ്യൻ. ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഡീൽസ് വിത്ത്. ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഡീൽസ് വിത്ത്. ആൻസർ പ്രിപ്പയറിംഗ് ബഡ്ജറ്റ്. പ്രിപ്പയറിംഗ് ബഡ്ജറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. ഫിനാൻഷ്യൽ പ്ലാനിംഗ് starts with the preparation of. Financial planning starts with the preparation of
തന്നിരിക്കുന്നതിൽ ആൻസർ ഏതുമില്ല. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോസസ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എൻഡ്സ് വിത്ത്. പ്രോസസ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എൻഡ്സ് വിത്ത് കമ്പാരിസൺ ഓഫ് ആക്ച്വൽ വിത്ത് പ്രൊജക്റ്റഡ്. കമ്പാരിസൺ ഓഫ് ആക്ച്വൽ വിത്ത് പ്രൊജക്റ്റഡ്. 26th question, capital budgeting is a part of. Capital budgeting is a part of investment decision. Investment decision. അടുത്ത question, capital budgeting deals with. Capital budgeting deals with option A long term decision. Capital budgeting deals with long term decision. 28th question, which of the following is not used in capital budgeting? Which of the following is not used in capital budgeting? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി നെറ്റ് അസറ്റ് മെത്തേഡ്. നെറ്റ് അസറ്റ് മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ആർ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ആർ ഓപ്ഷൻ ബി irreversible. Irreversible. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is not incorporated in capital budgeting? Which of the following is not incorporated in capital budgeting? Answer option D rate of discount. Rate of discount. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is not a capital budgeting decision? Which of the following is not a capital budgeting decision? Answer inventory level. Inventory level. അടുത്ത ക്വസ്റ്റ്യൻ, a sound capital budgeting technique is based on. A sound capital budgeting technique is based on. Answer option A cash flows. Cash flows. Question number 33. Which of the following is not relevant cost in capital budgeting? Which of the following is not a relevant cost in capital budgeting? Answer both A and C. Option D ആണ് both A and C. അതായത് സങ്ക് കോസ്റ്റും അലോക്കേറ്റഡ് ഓവർ ഹെഡ്സും ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ പ്രസക്തമല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ആർ ബേസ്ഡ് ഓൺ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ആർ ബേസ്ഡ് ഓൺ ഓപ്ഷൻ ബി ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോസ്. ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് എഫക്ട് cash flow proposal? Which of the following does not affect cash flows proposal? Answer method of project financing. Method of project financing. അടുത്ത ക്വസ്റ്റ്യൻ, cash inflows from a project include. Cash inflows from a project include. Answer option D both A and B. Tax shield of depreciation and after tax operating profits. Tax shield of depreciation and after tax operating profits. Question number 37. Which of the following is not true with reference to capital budgeting? Which of the following is not true with reference to capital budgeting? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എ പ്രോജക്റ്റ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് എ സങ്ക് കോസ്റ്റ്. എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എ പ്രോജക്റ്റ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് എ സങ്ക് കോസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഫോളോഡ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്? Which of the following is not followed in capital budgeting? Answer option C accrual principle.
accrual principle. അടുത്ത ക്വസ്റ്റ്യൻ, depreciation is incorporated in cash flows because it depreciation is incorporated in cash flows because it answer option C reduces tax liability. Reduces tax liability. Question number 40. Which of the following is not true for capital budgeting? Which of the following is not true for capital budgeting? Answer option B. Opportunity cost are excluded. Opportunity cost are excluded. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is not applied in capital budgeting? Which of the following is not applied in capital budgeting? Option C. All accrued cost and revenues be incorporated. All accrued cost and revenues be incorporated. അടുത്ത ക്വസ്റ്റ്യൻ, evaluation of capital budgeting proposals is based on cash flows because. Evaluation of capital budgeting proposals is based on cash flows because. Answer option C. Cash is more important than profit. Cash is more important than profit. Question number 43. Which of the following is not included in incremental flows? Which of the following is not included in incremental flows? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, സങ്ക് കോസ്റ്റ്. സങ്ക് കോസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, എ പ്രപ്പോസൽ ഈസ് നോട്ട് എ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രപ്പോസൽ ഇഫ് ഇറ്റ്. എ പ്രപ്പോസൽ ഈസ് നോട്ട് എ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രപ്പോസൽ if it എൻ്റെ ആൻസർ ബ്രിങ്സ് ഷോർട്ട് ടേം ബെനിഫിറ്റ് ഓൺലി. ഓപ്ഷൻ സി ആണ് ആൻസർ, ബ്രിങ്സ് ഷോർട്ട് ടേം ബെനിഫിറ്റ്സ് ഓൺലി. ഷോർട്ട് ടേം ബെനിഫിറ്റ് ആണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ ഇൻക്ലൂഡഡ് ആവുന്നില്ല. അടുത്തത്, ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് സങ്ക് കോസ്റ്റ് ഈസ് എക്സ്ക്ലൂഡഡ് ബിക്കോസ് ഇറ്റ് ഈസ്. ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് സങ്ക് കോസ്റ്റ് ഈസ് എക്സ്ക്ലൂഡഡ് ബിക്കോസ് ഇറ്റ് ഈസ്. എൻ്റെ ആൻസർ ഓപ്ഷൻ ബി, നോട്ട് ഇൻക്രിമെൻ്റൽ. നോട്ട് ഇൻക്രിമെൻ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ, സേവിങ്സ് ഇൻ റെസ്പെക്റ്റ് ഓഫ് എ കോസ്റ്റ് ഈസ് ട്രീറ്റഡ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആസ്. സേവിങ്സ് ഇൻ റെസ്പെക്റ്റ് ഓഫ് എ കോസ്റ്റ് ഈസ് ട്രീറ്റഡ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആസ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഇൻഫ്ലോസ്. ഇൻഫ്ലോസ്. Question number 47. In capital budgeting, the term capital rationing implies. In capital budgeting, the term capital rationing implies. Option B ആണ് അതിൻ്റെ ആൻസർ, that limited funds are available for investment. That limited funds are available for investment. അടുത്ത ക്വസ്റ്റ്യൻ, feasibility set approach in capital rationing can be applied in. Feasibility set approach in capital rationing can be applied in. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ, accept reject situations. Accept reject situations. അടുത്ത ക്വസ്റ്റ്യൻ, in case of divisible projects, which of the following can be used to attain maximum NPV? In case of divisible projects, which of the following can be used to attain maximum NPV? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് അപ്രോച്ച്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് അപ്രോച്ച്. Question number 50. In case of indivisible projects, which of the following may not give the optimum result? In case of the indivisible projects, which of the following may not give the optimum result? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഫീസിബിലിറ്റി സെറ്റ് അപ്രോച്ച്.
ഫീസിബിലിറ്റി സെറ്റ് അപ്രോച്ച്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. താങ്ക് യു.